അപ്പോഴേ ഇന്ന് രാത്രിത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇത്. അല്പം ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കഴിക്കാൻ സാധിച്ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ. രാത്രിത്തെ ഫുഡാണിത്. ഞാൻ വിളമ്പി കൊടുക്കണേ കേട്ടോ. അപ്പോൾ എൻ്റെ 2-3 ചിക്കൻ കഷ്ണമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് നൂഡിൽസും ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാപ്സിക്കം വാങ്ങിച്ച്, പിന്നെ അല്പം ക്യാബേജ് വാങ്ങിച്ച്, പിന്നെ ഒരു ക്യാരറ്റ് ഇവിടെ ഇരിപ്പുണ്ടായി, അതും പിന്നെ ഒരു മുട്ടയൊക്കെ ചിക്കി വറുത്തും അല്പം നൂഡിൽസ് ഉണ്ടാക്കി, ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി. അപ്പോൾ ക്യാമറമാൻ ഇന്ന് എൻ്റെ ഒപ്പം കഴിക്കണേണ്. ഇപ്പോൾ കഴിച്ചോ, എങ്ങനെയുണ്ട്? അറിയില്ലേ? കറി വെച്ചില്ല. ഇതിനകത്ത് ചിക്കനൊക്കെ ഉണ്ടല്ലോ, അത് മതി. നമ്മളൊക്കെ സാധാരണക്കാർക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി. ചിക്കനുണ്ട്, മുട്ടയുണ്ട്, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പോരെ മതി. അപ്പോൾ ഞങ്ങളുടെ രാത്രിത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ, ചിക്കൻ നൂഡിൽസ്. ഞാൻ ചെറുതായിട്ട് വീഡിയോ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോഴേ നമ്മളിന്നൊരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കാം, ഒപ്പം അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നൂഡിൽസ് ഒരു ചെറിയ പാക്കറ്റാണ്, അത് കഴിച്ചു കൊടുക്കാം. നല്ല മുക്കിയിട്ട് കൊടുക്കാം. ഒരു 6 മിനിറ്റ് ഒന്ന് റെഡിയാകണം ഇതിൽ കിടന്ന്. നന്നായിട്ട് തിളച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കാം, റെഡിയാവട്ടെ. അപ്പം നമ്മുടെ നൂഡിൽസ് ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടോ, 6 മിനിറ്റ് മതി. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. അപ്പം നമ്മൾ ചിക്കൻ നൂഡിൽസ് റെഡിയാക്കാൻ പോകാം കേട്ടോ. ഞാനപ്പോൾ ഒരു മുട്ട ഇതിൽ ചിക്കി വറുത്തെടുത്തിട്ടോ മാറ്റിയിട്ടുണ്ട്. ആ ചട്ടി തന്നെ ഇത്തിരി എണ്ണ ഒഴിച്ച്, സവാളയാണ്, ഒരു ചെറിയ സവാള അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറുതാക്കിയ അരിഞ്ഞതാണ്. അപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഒരു ക്യാരറ്റാണ് കേട്ടോ, ചെറിയ ക്യാരറ്റ് ഞാൻ നീളനായിട്ട് അരിഞ്ഞതാണ്, അതങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു ക്യാപ്സിക്കമാണ്, അതിട്ട് കൊടുക്കാം. ക്യാബേജാണ്, അല്പം ക്യാബേജ്. ഇത് 3 ഞാൻ പച്ചക്കറികളായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ബീൻസ് വേണ്ടവർക്ക് ബീൻസൊക്കെ ഇടാം. ഞാനിത് 3 എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് വാടട്ടെ. ഇപ്പോഴേ നമ്മുടെ പച്ചക്കറികളൊന്നായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും അല്പം മസാലപ്പൊടിയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്തു. ഇപ്പോൾ ബോൺലെസ് ചിക്കനോ ബോണുള്ളതോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനും പച്ചക്കറികളൊക്കെ ഒന്നായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം ഇത് സോയാബീൻ സോസാണ്, ഒരു ടേബിൾ സ്പൂണോളം സോയാബീൻ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം നമുക്ക് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം. പിന്നെ അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മുട്ട ചിക്കി വറുത്തതാണ് ഒരെണ്ണം, അതങ്ങാട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതാണ് നമ്മുടെ നൂഡിൽസ്. ഞാൻ
ഈ ഒരു അരിപ്പ പാത്രത്തിൽ കോരി മാറ്റിയിരുന്നു. അതങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നൂഡിൽസൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ. ഈ സമയത്ത് നമുക്ക് അല്പം കുരുമുളക് പൊടി ക്രഷ് ചെയ്തതാണ് ഇവിടെ തന്നെ, അതങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ.